ഹലോ, ഇന്ന് തന്നെ വന്നിട്ടുള്ള ഒരു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ട് കേട്ടോ. സംഭവം പറയുന്ന പോലെ തന്നെ സിമ്പിൾ, അത്ര വലിയ പണിയൊന്നുമില്ല. നിങ്ങൾ ഇതൊരു വട്ടമെങ്കിലും നിങ്ങളെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ പിന്നെയും എന്തായാലും ചോദിക്കും കേട്ടോ. ഞാൻ ഇതിന് വേണ്ടിയിട്ട് 2 മാങ്ങ എടുത്തിട്ട് അതിൻ്റെ പൾപ്പെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ ഞാൻ അതാ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി ഇതാ ഒരു ബൗളെടുത്ത് അതിലേക്ക് 2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇവിടെ ഞാൻ മധുരത്തിന് ആവശ്യമായിട്ട് ഞാൻ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര പൊടിച്ചിട്ടും ചേർക്കാം കേട്ടോ. പഞ്ചസാര ആണെങ്കിൽ 1/2 കപ്പ് മതിയാവും. ഞാനിവിടെ 1/2 ടീന് മിൽക്ക് മെയ്ഡ് ആട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പക്ഷെ പഞ്ചസാര കാട്ടി കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക മിൽക്ക് മെയ്ഡ് ആയിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായിട്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ എടുത്തിട്ടുള്ളത് വെങ്ങരപ്പള്ളി എന്ന മാങ്ങയാണ്. അത് അത്യാവശ്യം നല്ല മധുരമുള്ള മാങ്ങ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ 1/2 ടീന് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്തത്. പിന്നെ 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. അങ്ങനെ ഇതാ ഇത് നല്ലപോലെ ബീറ്റ് ചെയ്ത, പക്ഷെ നമ്മൾ കേക്കിന് നമ്മൾ ക്രീം ബീറ്റ് ചെയ്യില്ല, അത്ര കട്ടിയായിട്ട് ക്രീം വേണ്ട കേട്ടോ. ഇനി നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ നമ്മളെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ കാണുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും വിട്ടുപോലെ, അതേപോലെ അതിൻ്റെ താഴെ കാണുന്ന ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാൻ വിട്ടുപോയത് കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ ക്രീം അത്യാവശ്യം തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു തിക്കാട്ടോ നമുക്ക് വേണ്ടത്. ഇനി ഇതിലേക്കില്ലേ നമ്മൾ നേരത്തെ പൾപ്പ് മാറ്റി വെച്ച് നനയ്ക്കില്ലേ, ആ പൾപ്പ് നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 1.5 കപ്പ് പൾപ്പാട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതും നല്ലപോലെ മിക്സിയിൽ അടിച്ചെടുത്തതാട്ടോ ഇത്. ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഞാനിവിടെ ബീറ്ററിനെ കൊണ്ട് തന്നെ കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീറ്റർ എല്ലാണ്ടും ചെയ്തെടുക്കാം കേട്ടോ. ഇതാകുമ്പോൾ സിമ്പിളായിട്ട് പരിപാടി കഴിഞ്ഞില്ലേ. അങ്ങനെ ഇതാ നമ്മളെ ഐസ്ക്രീമിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിരിക്കുന്നുണ്ടോ. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മാങ്ങ ചെറുതായി കട്ട് ചെയ്തിട്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ചെറുതായി കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സ് എല്ലാം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ഒന്നും കൂടി ഇതാവും. പക്ഷെ ഞാൻ നട്ട്സ് ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഇതേപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. അങ്ങനല്ല, നമുക്കിത് ഒന്ന് ഐസ്ക്രീമായിട്ട് വരണമെങ്കിൽ ഒരു 8 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ കിടന്ന് സെറ്റാവണം കേട്ടോ. എന്നാലാണ് ഒരു ഐസ്ക്രീമിൻ്റെതായ ടേസ്റ്റ് വരാം. അതിനുള്ള ക്ഷമ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ വേണം കേട്ടോ. അങ്ങനെ ഇതാ ഇനി ഇതിലേക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കേട്ടോ. ഇനി ഇത് കുറച്ചും കൂടി ഒന്ന് മൊഞ്ചി കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലേക്കും കൂടി ഞാൻ ചെറുതായി കട്ട് ചെയ്തിട്ട് മാങ്ങ ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് കവർ ചെയ്ത് നമുക്ക് 8 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റിയേക്കാം. ഞാനിതില്ലേ ഇതിൻ്റെ കുറച്ചും കൂടി ബാക്കിയുണ്ടായിന്, അത് വേറൊരു വഴിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഇപ്പം കാണിച്ചതേ. അങ്ങനെ ഇതാ ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ച് ഞാൻ പറഞ്ഞല്ലോ, ഇതാ നമ്മൾ ഐസ്ക്രീം വാങ്ങുന്ന ബോക്സിൽ അതിലാണ് കേട്ടോ ഞാൻ ബാക്കിയുള്ളത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഏകദേശം 2 കിലോനോളം ഐസ്ക്രീം നമുക്ക് ഈ 2 കപ്പ് വിപ്പിംഗ് ക്രീമിൽ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ 8 മണിക്കൂറിന് ശേഷം നമ്മൾ ഐസ്ക്രീം ഇതാ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. സംഭവമില്ല, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്മൂത്തി ക്രീമിയാണ് കേട്ടോ സംഭവം. ക്രീമി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തായാലും ക്രീമല്ല യൂസ് ചെയ്യും. പക്ഷേ ഇല്ലേ, വിപ്പിംഗ് ക്രീമിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്നല്ല കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിലും അടിപൊളി ടേസ്റ്റ് ആട്ടോ. എന്തായാലും ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്ക്. ഞാനിത് എടുക്കുന്ന ടൈം നമ്മൾ ഹൈറിക്കുട്ടിയുണ്ട് കേട്ടോ. ഞാനും അതേപോലെ ഒന്ന് എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ബാക്കി ആളെ പരിപാടി കേട്ടോ. സംഭവം ആർക്കും വല്ലാണ്ട് ഇഷ്ടമായിട്ടുണ്ടായിന്. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ തലേന്ന് 2 ബോക്സിലായിട്ട് വേറൊരു ബോക്സിലും കൂടി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത് രാത്രി തന്നെ അത് കാലിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കൂടുതൽ ക്ഷമമൊന്നും ഉണ്ടായിട്ടില്ല ആയിരിക്കും. നമ്മൾ 4 മണിക്കൂർ മാത്രമേ വെച്ചിട്ടുണ്ടായിട്ടുള്ളൂ. അപ്പം തന്നെ ആൾക്കാരെടുത്ത് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതാ ഞാൻ പറഞ്ഞല്ലോ, കണ്ടില്ലേ, ഇതായിരുന്നു അവസ്ഥ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമ്മളെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും വിട്ടുപോലെ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം.